വളരെ ചെറിയ പ്രായത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യയായി കടന്നു വന്ന ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ, ഒരുപാട് ഹദീസുകൾ പഠിച്ച, ഒരുപാട് അറിവ് പകർന്ന, ധാരാളം അനുഭവ സമ്പത്തുള്ള മഹദിയാണ്, ബുദ്ധിമതിയായ മഹദിയാണ് ആയിഷ ബീവി റളിയല്ലാഹു തആല. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ആരോടും വെറുപ്പില്ലാത്ത, ആരോടും അസൂയയില്ലാത്ത, ആരോടും ഒരു കളങ്കമായ പെരുമാറ്റമില്ലാത്ത ഒരു വലിയ മഹത്വത്തിന്റെയും ശ്രേഷ്ഠതയുടെയും ഉടമയാണ് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ. പക്ഷെ ആ മഹദിക്ക് ജീവിതത്തിൽ ഒരാളോടാണ് അസൂയ തോന്നിയിട്ടുള്ളത്. ആ മഹദിക്ക് ഒരാളോടാണ് അസൂയ തോന്നിയിട്ടുള്ളത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയും ഇരിക്കുമ്പോൾ ഹാല എന്ന് പറയുന്ന ഒരു സഹോദരി ആ വീട്ടിലേക്ക് കടന്നു വരികയാണ്. ഹാലയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയെ പോലെ ചില രൂപഭാവങ്ങൾ നടത്തയിലും സംഭാഷണത്തിലും ഒക്കെ ഉള്ളവരാണ്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വഫാത്തായി കുറെ നാളുകൾക്ക് ശേഷമാണ് ഈ സംഭവം. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ നോക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖത്തെ ആ ഒരു പ്രകാശം ഹാലയെ കണ്ടപ്പോ പ്രസന്നവദനായി, വലിയ ആവേശമായി, എന്തോ ഒരു വലിയ സന്തോഷം പോലെ, ഉൾക്കിടിലം പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രൂപഭാവങ്ങളിൽ മാറ്റം വന്നു. ഹാല മടങ്ങിപ്പോയതിനു ശേഷം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടത്തേക്ക് വലിയ സന്തോഷമാണല്ലോ, എന്തേ കാരണം? ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഹാല വന്നപ്പോൾ എനിക്ക് എൻ്റെ ഖദീജയുടെ രൂപഭാവങ്ങളെ, അവളുടെ സ്നേഹത്തെ, അവളുടെ പരിചരണത്തെ, അവളുടെ പരിഗണനയെ ഞാൻ ഓർത്തുപോയി. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു, പുന്നാര ഹബീബേ സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടത്തേക്ക് ഇപ്പോഴും ഖദീജ ബീവി ഉള്ളിലുണ്ടോ? ഹൃദയത്തിൽ ഖദീജ ബീവി ഉണ്ടോ? അൽകാനത്ത് ഇല്ല അജൂസ, അതൊരു പ്രായം ചെന്ന സ്ത്രീ അല്ലായിരുന്നു ഹബീബേ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഅബ്ദലകല്ലാഹു ഖൈറൻ മിൻഹാ, അവരെക്കാൾ ഏറ്റവും ശ്രേഷ്ഠയായവരെ അള്ളാഹു നിങ്ങൾക്ക് പകരം തന്നില്ലേ എന്ന് പറഞ്ഞാൽ ആയിഷ റളിയല്ലാഹു അൻഹയാണ് പറയുന്നത്, എന്നെ അള്ളാഹു തന്നില്ലേ, സുന്ദരിയല്ലേ, പ്രായക്കുറവല്ലേ, ചെറിയ പെൺകുട്ടിയല്ലേ, അങ്ങയെ പരിഗണിക്കുന്നില്ലേ, അങ്ങയെ പരിചരിക്കുന്നില്ലേ, അങ്ങയെ സ്നേഹിക്കുന്നില്ലേ എന്നാണ് പറയുന്നത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലാ യകാദു യഖ്റുജു മിനൽ ബൈത്തി ഹത്താ യദ്കുറ ഖദീജ, എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ കുറിച്ച് രണ്ട് മദ്ഹ് പറഞ്ഞിട്ടേ പുറത്തു പോകുള്ളൂ. ആകെ മൊത്തം ഒരു ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ മദ്ഹിന്റെ മയമാണ് ആ വീട്ടിനകത്ത് ആയിഷ റളിയല്ലാഹു അൻഹ പറയാൻ. ലോകത്തെ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ കുറിച്ച് ആരൊക്കെ പ്രസംഗിച്ചാലും, ആരൊക്കെ സീറാ പാരായണം നടത്തിയാലും, ആരൊക്കെ ജന്നത്തുൽ മുഅല്ലയുടെ മുമ്പിൽ പോയി നിന്നുകൊണ്ട് പൊട്ടി തകർന്ന മനസ്സുമായി പ്രാർത്ഥന നടത്തിയാലും, ലോകത്തെ ഏറ്റവും കൂടുതൽ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ മദ്ഹ് പറഞ്ഞത് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അതുകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് അത്ഭുതം തോന്നി. നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കി കൊണ്ട് കൊടുത്താൽ അല്ലാഹുവിന്റെ റസൂൽ കരയും. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കും, നബി എന്തിനാ കരയുന്നത്? എന്റെ ഖദീജ ഇല്ലാതെ പോയല്ലോ ആയിഷ, ഒരിറക്ക് വെള്ളം കുടിക്കാനും കഴിവില്ലാത്ത, അല്പം കാരക്ക പോലും കഴിക്കാൻ കഴിവില്ലാത്ത കാലഘട്ടത്തിലും മക്കാ മണ്ണിന്റെ മുമ്പിലൂടെ എന്റെ പ്രിയപ്പെട്ട ഖദീജ എന്നെയും കൊണ്ട് നടന്നുപോയ രംഗമോർക്കുമ്പോൾ ആയിഷ, എന്റെ കണ്ണ് നിറയുകയാണെന്ന് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്. ആമനബി ഇത് കഫറന്നാസ്, ജനങ്ങളെല്ലാവരും എന്നെ കല്ലെറിഞ്ഞപ്പോ, ജനങ്ങളെല്ലാവരും എന്നെ കൂക്കി വിളിച്ചപ്പോ, എന്റെ ഇന്നലെ വരെയുള്ള വിശ്വസ്തതകൾ മുഴുവനും കള്ളമാണെന്ന് പറഞ്ഞ് ജനങ്ങൾ എന്നെ ഭ്രാന്തനെന്ന് മുദ്ര കുത്തിയിട്ട് എന്നെ പരിഹസിക്കുമ്പോൾ, എന്നെ ചേർത്ത് പിടിച്ചവളാണ് ഖദീജ, എന്നെ സ്നേഹിച്ചവളാണ് ഖദീജ, എന്നെ വിശ്വസിച്ചവളാണ് ഖദീജ എന്ന് പറഞ്ഞുകൊണ്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ് മാ ഗിർതു അലാ അഹദിൻ മിൻ നിസാഇൻ നബി മാ ഗിർത അലാ ഖദീജ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എത്ര ഭാര്യമാരുണ്ടായിരുന്നു, ആരോടും തോന്നാത്ത ഒരു പ്രത്യേകമായ അസൂയ എനിക്കുണ്ടായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്. അസൂയ എന്ന് പറഞ്ഞാൽ മാണിക്കോത്ത സഹോദരിമാര് പരസ്പരം കാണിക്കുന്ന അസൂയയല്ല, മാണിക്കോത്ത ബിസിനസ്സുകാര് പരസ്പരം കാണിക്കുന്ന അസൂയയല്ല, മാണിക്കോത്ത കച്ചവടക്കാര് പരസ്പരം കാണിക്കുന്ന അസൂയയല്ല, മാണിക്കോത്ത ബിസിനസ്സുകാര് പരസ്പരം കാണിക്കുന്ന അസൂയയല്ല. അല്ലാഹുവിന്റെ റസൂലിനോട് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, നബിയേ അങ്ങ് ഖദീജയെ സ്നേഹിക്കുന്ന കാണുമ്പോ, അങ്ങ് ഖദീജയെ കുറിച്ച് പറയുന്ന കാണുമ്പോ, അങ്ങ് ഖദീജയുടെ മദഹ് പറഞ്ഞിട്ട് കരയുന്ന കാണുമ്പോ ആ ഖദീജയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലെന്ന് കൊതിച്ചു പോകാറുണ്ട് നബിയേ എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്. അതാണ് അസൂയ. എനിക്കാകാൻ കഴിഞ്ഞില്ലല്ലോ, എനിക്ക് ഖദീജയാകാൻ കഴിഞ്ഞില്ലല്ലോ, എനിക്ക് മുത്തു ഹബീബിനെ പരിചരിക്കാൻ ഖദീജയോളം കഴിയുന്നില്ലല്ലോ. എന്റെ മാണിക്കോത്ത് ഈ സരസിന്റെ ഫ്രണ്ടിൽ വന്നിരിക്കുന്നത് ചെറുപ്പക്കാരാണെന്നറിയാ, എന്നാലും എന്റെ നാലു ഭാഗത്ത് നിറഞ്ഞു കവിഞ്ഞിരിക്കുന്ന പെങ്ങളെ, ഇശാ നിസ്കാരം കഴിഞ്ഞപ്പോ തന്നെ പ്രിയപ്പെട്ട മക്കളെയും കൊണ്ട് മാണിക്കോട്ട് മഖാമുറൂസിന്റെ പ്രഭാഷണ നഗരിയിലേക്ക് വന്നു ചേർന്ന എന്റെ പൊന്നാര ഉമ്മ, ഇന്നത്തെ ഒരു 2 മണിക്കൂർ പ്രസംഗം കഴിയുന്നതിലൂടെ ഒരു ഖദീജയുടെ രൂപഭാവങ്ങളെ മനസ്സിലേക്ക് ആവാഹിച്ചെടുക്കാൻ ഈ മഹാന്റെ കറാമത്ത് കൊണ്ട് പെങ്ങളെ നിങ്ങൾക്ക് സാധ്യമായി പോയാൽ, നിങ്ങൾക്ക് സാധ്യമായി പോയാൽ നിങ്ങൾ പറയും, ഉസ്താദേ ഞങ്ങൾ ഖദീജയായ മാത്രം മതിയോ? നിങ്ങൾ പ്രസംഗത്തിലൂടെ അല്ലെങ്കിലും പണ്ട് കാലം മുതൽ നിങ്ങൾ സ്ത്രീകളെയാണ് കുറ്റപ്പെടുത്തുന്നത്. നിങ്ങൾ ഖദീജയാകണം, നിങ്ങൾ ഫാത്തിമയാകണം, നിങ്ങൾ ആയിഷയാകണം, നിങ്ങൾ ആമിനയാകണം, നിങ്ങൾ മറിയമാകണം, നിങ്ങൾ സുമയ്യയാകണം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ഞങ്ങളെ കുറ്റപ്പെടുത്തലല്ലാതെ മാണിക്കോട്ട ഭർത്താക്കന്മാരോട് എന്തേ നിങ്ങൾക്കൊന്നും പറയാനില്ലേ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, റസൂലിന്റെ സ്നേഹത്തെ നിങ്ങൾ ഹൃദയത്തിലേക്ക് ആവാഹിച്ചെടുത്ത് ആ രൂപഭാവമുള്ള, ആ സ്വഭാവ സവിശേഷ ഗുണഗണങ്ങളുള്ള ഒരു ഭർത്താവായി മാറുമ്പോ ഇന്നു മുതൽ മാണിക്കോത്ത സഹോദരിമാര് നിങ്ങളുടെ ഖദീജയാകുന്നതാണ്. അല്ലാഹു അതിന് തൗഫീഖ് തരട്ടെ. അങ്ങനെയാണെങ്കിലാണ് ആവുള്ളൂ. ഒരു ഭാഗം മാത്രം ശരിയായതുകൊണ്ട് ക്ലിയർ ആവൂലല്ലോ. നിങ്ങൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പകർന്നു നൽകിയ ഒരു ഭർത്താവായാൽ നിങ്ങളുടെ ഭാര്യ ഖദീജ ബീവിയാകും. നിങ്ങൾ തയ്യാറല്ലേ? തയ്യാറല്ലേ? അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇനിയിപ്പോ വയസ്സാം കാലത്ത് നമ്മൾ തലകുലിക്കിട്ട് എന്ത് ചെയ്യാനാ ഉസ്താദെ? ഷുഗറും പ്രഷറും ഒക്കെ ആയി, പെണ്ണുമുള്ള പടിഞ്ഞാറോട്ട് തിരിഞ്ഞു കിടക്കും, ഞാൻ കിഴക്കോട്ട് തിരിഞ്ഞു കിടക്കും. പിന്നെ നമ്മൾ റസൂലായും അവള് ഖദീജയായിട്ടും വലിയ സംഭവമൊന്നും നടക്കാനൊന്നും ഇല്ല. അതുകൊണ്ട് തൽക്കാലം ഇങ്ങനെ ഉന്തിയും തള്ളിയും വണ്ടി മുമ്പോട്ട് പോട്ടെ. ഏതായാലും ഒരു മുതൽ എന്റെ തലയിൽ അല്ല ഒരു 10-40 വർഷം മുമ്പ് എടുത്ത് വെച്ച് തന്നു. അതും കൊണ്ട് കബിൽത്ത് മിങ്കൻ അങ്ങനെ അത് പോരാ.